നല്ല ഫ്രഷ് ചാണകം, നല്ല നാടൻ കുമ്മായി നമ്മുടെ മീൻ കുളത്തേക്ക് കേട്ടോ. അപ്പൊ ഇത് എന്തിനാണ് മീൻ കുളത്തിൽ ഇടുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ നേരെ വിട്ടു നമ്മുടെ വീഡിയോയിലോട്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ തേങ്ങ ചാനലിലോട്ട് കൂടി സ്വാഗതം. അപ്പൊ നമ്മുടെ പിരാനക്കുളം അടിച്ചു പറ്റിച്ച് മീൻ പിടിച്ച വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ പിരാനക്കുളത്തിൽ ഇനി അടുത്ത ബാച്ച് മീൻ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, നിലം ഒരുക്കണം. ആദ്യം നിലം ഒരുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിനോടുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ പരിപാടിയാണ് ചുണ്ണാമ്പിട്ട് നമ്മുടെ നിലം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. ചുണ്ണാമ്പിടുന്നതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്. നമ്മുടെ ഇതിലുള്ള ബാക്ടീരിയസ് കാര്യം, അത് നമുക്ക് ആവശ്യമല്ലാത്ത ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ചത്തുപോകും. അതേപോലെ തന്നെ ഇതിലത്തെ മീൻ കളവ മത്സ്യങ്ങളൊക്കെ ക്ലീൻ എല്ലാം പോകും. പിന്നെ pH കാര്യങ്ങളെല്ലാം ഒന്ന് ലെവലാവും. അതിനുവേണ്ടി നമ്മൾ ചുണ്ണാമ്പ് ആദ്യം തന്നെ ഇടണം കേട്ടോ. ചുണ്ണാമ്പിട്ട് നിലം ഒരുക്കലാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ നല്ലോണം ചുണ്ണാമ്പ് കൊണ്ടുവന്നുണ്ട്. പിന്നെ ചുണ്ണാമ്പിന്റെ അളവെന്ന് പറയുമ്പോൾ നമ്മുടെ കുളത്തിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഇടുക. അല്ലാതെ ഒരുപാട് കൂട്ടും വേണ്ട, ഒരുപാട് കുറയ്ക്കുകയും വേണ്ട. എല്ലാ ഭാഗത്തും ഒരുവിധം ഇതുണ്ട്, ഈ കിടക്കുന്ന രീതിയിൽ ചുണ്ണാമ്പ് ഇട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് ഇടാനുള്ള പരിപാടി കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പിരാനക്കുളത്തിൽ കുളം വറ്റിച്ച് മീൻ പിടിച്ച വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടിട്ട് വരിക. അതിന്റെ ലിങ്ക് ഇവിടെ താഴെ തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ വേഗം പോയി ഒന്ന് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര മീൻ കിട്ടി, പിരാനക്കുളത്തിലെ നമ്മുടെ മീൻ കൃഷി ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള രീതിയൊക്കെ നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് മത്സ്യകൃഷി ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഈ സ്റ്റെപ്പുകൾ എന്തായാലും ഫോളോ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. നമുക്ക് ചുണ്ണാമ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തിരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമ്മുടെ കുളത്തിലേക്കുള്ള ചാണകം ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ചുണ്ണാമ്പ് ഇട്ടില്ലേ, 2 ദിവസം മുൻപ് ചുണ്ണാമ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് വെള്ളം ഒന്ന് കയറി വന്നില്ല. ഇനി ചാണകം ഇടാം. അവിടെ കൊണ്ടിടാം അല്ലേ. നല്ല അടിപൊളി ചാണകം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കുളത്തിലേക്ക് ചാണകം ഇടുന്നതുകൊണ്ട് pHന്റെ ഗുണം മാത്രമല്ല മാറുക, നല്ല പ്ലവകങ്ങൾ നമ്മുടെ കുളത്തിൽ ഉണ്ടാവാനും ഇത് സഹായിക്കും. അപ്പൊ നല്ല മീനുകൾക്ക് നല്ല തീറ്റയും, കുഞ്ഞു മീനുകൾക്ക് ഇടുമ്പോഴില്ലേ അവർക്ക് നല്ല തീറ്റയാണ്. നമ്മൾ ചുണ്ണാമ്പിടുന്നതുകൊണ്ട് നമ്മുടെ ബേസിന്റെ ഒരു ലെവലാണ് കൂടിക്കൊണ്ട് നിൽക്കുക. അപ്പൊ അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആസിഡാണ് ഈ ചാണകം. അപ്പൊ വെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് അതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ പരിപാടി. അങ്ങനെ നമുക്ക് ഈ കുളത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് വരണം കേട്ടോ. അപ്പൊ ഒരു വണ്ടി കൊണ്ടൊന്നും നമുക്ക് പോരാ, ഒരു 3-4 വണ്ടി അല്ലെങ്കിൽ ഒരു 10 വണ്ടിയുടെ അടുത്തെങ്കിലും ചാണകം കൊണ്ടുവരണം ഇത്രയും വലിയ കുളം നിറയ്ക്കണമെങ്കിൽ. നമ്മുടെ കുളം ഒരുക്കുന്നതിന്റെ മെയിൻ 2 സ്റ്റെപ്പാണ് ചാണകം അതുപോലെ കുമ്മായി ഇടല്. അത് നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് വെള്ളം 2 ദിവസം മഴ ചെയ്തുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒന്ന് കയറി വന്നിട്ടുണ്ട്. അപ്പൊ കുമ്മായൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ ചാണകം കൂടി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് അങ്ങോട്ട് തീർന്നു. അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പുതിയ മീൻ എവിടെ നിന്ന് എടുക്കുന്ന കാര്യങ്ങളാണ്. അതൊരു ഗവൺമെന്റ് ഹാച്ചറി കേട്ടോ നമ്മൾ ഇപ്രാവശ്യം എടുക്കുന്നത്. അപ്പൊ അതിന്റെ വീഡിയോകൾക്ക് ഉടനെ തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലെ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ.